എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വൈജയന്തി ഗംഗാധരനുമായി ദേഷ്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭർത്താവിന് അവിഹിത ബന്ധത്തിന് സൗകര്യമുണ്ടാക്കി കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ലെന്ന് വൈജയന്തി ഉറച്ച സ്വരത്തിൽ തന്നെ ഗംഗാധരനോട് പറയുന്നു. പക്ഷേ അതിന് കൂട്ടുനിൽക്കാനായിട്ട് ഗംഗേട്ടന് നാണമില്ലേന്നാണ് വൈജയുടെ ചോദ്യം. ഇത് കേട്ടപാടെ ഗംഗാധരൻ വൈജയുടെ കർണത്ത് ആഞ്ഞടിക്കുന്നു. ഗംഗാധരൻ വൈജയോടായി നീ മിണ്ടരുതെന്ന് പറയുന്നുണ്ട്. വൈജയാകട്ടെ കുട്ടികളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ എന്നുള്ള അങ്കലാപ്പിലാണ്. ഗംഗാധരൻ വൈജയോടെ ചോദിക്കുന്നു, നീ ആരാടി? നല്ല പ്രായത്തിൽ മതിച്ച് കൂത്താടി നടന്നവളല്ലേ നീ? ബാലചന്ദ്രനെ പറ്റി ഇങ്ങനെ കുറ്റം പറയാം നിനക്ക് എന്താ അർഹതയാണുള്ളത്? നിന്റെ ആഗ്രഹകഥകളൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ മക്കൾ തന്നെ ഇതിന് തൂക്കിയെടുത്ത് മീനച്ചിനാറ്റിലെറിയും. നിന്റെ ഒരു സദാചാര പ്രസംഗം ഇങ്ങനെ പറഞ്ഞു തുടങ്ങവേ തന്നെ മാലതിയെത്തി വിലക്കുന്നു. ഗംഗേട്ട, കുട്ടികൾ കേട്ടോണ്ട് നിൽക്കുകയാണ്, അവർ കൂടി കേൾക്കട്ടെ എന്നാണ് ഗംഗാധരൻ പറയുന്നത്. പറയാവുന്നതിന്റെ പരമാവധി നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കിയതല്ലേ. ആർക്കു വേണ്ടിയാണ് നീലഗിരിയിൽ നിന്ന് ഇവിടം വരെ വന്നത്? ഒരു കുടുംബം എങ്ങനെയെങ്കിലും നിലനിന്ന് പൊട്ടിച്ചരിക്കുമ്പോൾ അവളത് നശിപ്പിച്ചേ അടങ്ങൂ. ഇത്രയും പറഞ്ഞ ശേഷം ഗംഗാധരനും മാലതിയും നേരെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അലീനയാകട്ടെ ആകെ കരഞ്ഞു കലങ്ങി തളർന്നു നിൽക്കുകയാണ്. അവരെ കണ്ടപാടെ കുടിക്കാനായിട്ട് കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ ഒന്നും വേണ്ടെന്ന് പറയുന്നു. വൈജ നിന്നെ അടിച്ചുവല്ലേ എന്ന് ചോദിക്കുന്നു. മറുപടി അലീന അത് സാരമില്ലെന്ന് അവരോട് പറയുന്നു. ഗംഗാധരൻ തുടരുകയാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നിന്റെ ക്ഷമയെ സഹിഷ്ണുതയെ പറ്റി പറയാതിരിക്കാൻ തന്നെ വയ്യ. നിന്നെക്കൊണ്ട് മാത്രമേ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പക്ഷേ സർ, ഞാൻ ഇവിടുന്ന് പോകുന്നതല്ലേ നല്ലതെന്ന് അലീന ചോദിക്കുമ്പോൾ അല്ലെന്നാണ് ഗംഗാധരൻ പറയുന്നത്. ഈ കുടുംബം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. നീ കൂടി പോയി കഴിഞ്ഞാൽ അത് തകർന്ന് താഴെ വീഴും. അലീന, ഈ കുടുംബം നിലനിൽക്കണമെങ്കിൽ നീ കുറച്ച് സാക്രിഫൈസ് ചെയ്തേ പറ്റുമെന്ന് മാലതി അലീനയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നു. നീ അല്ലാതെ വേറൊരാൾ അതിന് പകരമാവില്ല. ഇത് കേൾക്കുന്ന അലീന, പക്ഷേ ഞാനുള്ളത് കൊണ്ടല്ലേ ഇത് തകരാൻ പോകുന്നത്? മറുപടിയെ ഗംഗാധരൻ, അല്ല, നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും തന്നെ എനിക്കിപ്പോൾ നിന്നോട് പറയാനായിട്ട് പറ്റത്തില്ല. ബാലേന്ദ്രൻ ഇപ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. അയാൾക്ക് ആകെയുള്ള കച്ചിത്തുരുമ്പ് നീയാണ്. നീയും കൂടെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അയാൾ യാതൊരു പിടിവള്ളിയും ഇല്ലാത്ത പോലെ ആയി പോവും. പിന്നെ അയാൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അലീന ഒന്നിപ്പോൾ ഗംഗാധരനെ ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ സാറ് എന്തായാലും സ്വന്തം കുടം നശിപ്പിച്ചു കളയാനായിട്ട് നോക്കുമോ? ഇത് കേൾക്കുന്ന ഗംഗാധരൻ, അതിനൊരു കാരണമുണ്ട്. നീ വിശ്വസ്തതയാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് പറയുകയാണ്. വൈജയെ പറ്റി ഒരു സംശയം ബാലന്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ഇത് കേട്ടപാടെ അലീന ചെറുതായി ഒന്ന് ഭയക്കുന്നു. ആ സംശയത്തിന് പേരിലുള്ള റിയാക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഗംഗാധരൻ പറയുന്നത്. ഇത് കേൾക്കുന്ന അലീന അത് എന്ത് സംശയമാണെന്ന് ചോദിക്കുന്നു. മറുപടി ഗംഗാധരൻ, അയാളെ വൈജ ചീറ്റ് ചെയ്തു അങ്ങനെ എന്തോ ആണെന്ന് പറയുന്നു. അതിൻ്റെ സത്യാവസ്ഥത എന്തു തന്നെയായാലും അതിപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മുമ്പിൽ ഇപ്പോഴുള്ള ടാസ്ക് ബാലചന്ദ്രനെ ശാന്തനാക്കുക എന്നത് മാത്രമാണ്. സത്യം പറഞ്ഞാൽ നീയാണിപ്പോൾ അയാൾക്ക് ഒരേ ഒരു ആശ്വാസം. എന്തൊക്കെ സംഭവിച്ചാലും നീ അയാൾക്കൊപ്പം നിൽക്കണം. ഞങ്ങളുമുണ്ട് നിന്റെ കൂടെ. അല്ലെങ്കിലും ബാലചന്ദ്രനെ മറികടന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ത്രാണിയൊന്നും വൈജയ്ക്കില്ല. അവള് പറയുന്ന ഒരു നെഗറ്റീവിന് നീ പുല്ല് വില പോലും കൊടുക്കണ്ട. ഞങ്ങൾ വന്നിട്ടിപ്പോൾ 3-4 ദിവസമായി. ഇപ്പോൾ തന്നെ തിരിച്ചു പോകാതിരിക്കാനും പറ്റത്തില്ല. ഈ കുടുംബത്തിന്റെ ഭാവി നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ തന്നെ നിന്റെ പ്രാധാന്യത്തെ പറ്റി നിനക്ക് മനസ്സിലായി കാണുമല്ലോ. വെറുമൊരു വേലക്കാരിയായിട്ടല്ല നിന്നെ ഞങ്ങൾ കാണുന്നത്, ബാലന്റെയും വൈജയുടെയും മൂത്ത മകളായിട്ടാണ്. എന്നാൽ ശരി, കൂടുതലൊന്നും ഞാൻ ഇനി പറയുന്നില്ല. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടുത്തെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഇടയ്ക്ക് ഞാൻ വിളിക്കാം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ച് അറിയിച്ചേക്കണമെന്ന് ഗംഗാധരൻ പറയുന്നു. അതിനുശേഷം പൊയ്ക്കോട്ടെ എന്ന് യാത്ര ചോദിച്ച് അവർ രണ്ടുപേരും അവിടെ നിന്നിറങ്ങുന്നു. എല്ലാ കാര്യങ്ങളും ഉടനെ ശരിയായിക്കൊള്ളുമെന്ന് അലീനയ്ക്ക് ഉറപ്പ് നൽകിയ ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്നിറങ്ങുന്നു. അലീനയുമായി സംസാരിച്ച ശേഷം അവർ നേരെ പോയത് ബാലചന്ദ്രനെ കാണാനായിട്ടാണ്. ബാലൻ അവരെ കണ്ടപാടെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു പോയതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു, എന്തായാലും കാണാതിരുന്നത് നന്നായി. ഇത് കേൾക്കുന്ന ഗംഗാധരൻ, ബാലേന്ദ്ര നീ ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങൾ വൈജയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ല, നിന്നെ ഗാർഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതിന് മറുപടിയായി ബാലൻ, എനിക്കിട്ട് പണിതിടത്തോളം മതി, ഇനി കൂടുതൽ പണിയൊന്നും വേണ്ട എന്ന് പറയുന്നത് മനസ്സിലാക്കാനായിട്ട് ഗംഗാധരൻ അപേക്ഷിക്കുന്നു. നിനക്ക് വൈജയോട് ദേഷ്യം തോന്നാനും വെറുക്കാനും ഒക്കെ കാരണങ്ങളുണ്ട്. നീ അവളോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ 3 കുഞ്ഞുങ്ങളെ പറ്റി നീ ഓർക്കണം. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ, അത് എന്നോടല്ല നിങ്ങളുടെ പെങ്ങളോടാണ് പറയേണ്ടത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. വെറുതെ എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കടലിൽ നിന്ന് ചാടി എഴുന്നേറ്റ ശേഷം അവർക്ക് നേരെ തോക്ക് നീട്ടുന്നു. എനിക്കിനി ഒന്നും നോക്കാനായിട്ടില്ല. മര്യാദയ്ക്ക് താഴെ എവിടെയെങ്കിലും ചുരുണ്ടു കൂടിക്കൊള്ളാൻ നിങ്ങളുടെ പെങ്ങളോട് പറയണം. കുറച്ചു മുമ്പ് അവൾ ഇവിടെ വന്നൊരു ഷോ അണിച്ചിട്ട് പോയി. ഇനി ഒരു പ്രാവശ്യം കൂടി അങ്ങനെ വല്ലതും ആവർത്തിച്ച അവളുടെ ശവം ഇവിടെ വന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഇത് കേൾക്കുന്ന മാലതി ബാലനോട്, ബാലേന്ദ്ര ഞങ്ങൾ അവളോട് സംസാരിച്ചോളാം, അവളെ അടക്കി നിർത്തുകയും ചെയ്തുകൊള്ളാം. ഇത് കേൾക്കുന്ന ബാലേന്ദ്രൻ, അന്ന് ആ സമയത്ത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പെങ്ങള് ഇപ്പൊ ജീവനോടെ കാണില്ലായിരുന്നു. അന്ന് തന്നെ ഞാൻ അവളെ കൊന്നു കളഞ്ഞേനെ. ഇതിന് മറുപടി ഗംഗാധരൻ, ബാലേന്ദ്ര നിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും, നീ കുറച്ചുകൂടി ക്ഷമ കാണിക്കണം.
മാന്യമായിട്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാനുള്ള വഴി തെളിയുന്നത് വരെയെങ്കിലും. എവിടെയായി ബാലൻ? ചുട്ടുപഴുത്ത് വ്രണപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എന്നെ വന്ന് ചൊറിഞ്ഞാലുണ്ടല്ലോ വെറുതെ വെച്ചേക്കില്ല ഞാൻ. ഇത് കേൾക്കുന്ന ഗംഗാധരൻ, ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം. എന്താണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ബാലൻ ചോദിക്കുന്നത്. ഗംഗാധരൻ പറയുന്നു, ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞതായിട്ട് ഞങ്ങൾ ഭാവിച്ചിട്ട് പോലുമില്ല. ബാലിനെയും അലീനയും എതിർക്കരുതെന്നാണ് ഞങ്ങൾ അവളോട് പറഞ്ഞിരിക്കുന്നത്. അലീനയോട് ഞാനും സംസാരിച്ചിരുന്നു എന്ന് മാലതി പറയുന്നു. ജോലിയിൽ നിന്ന് ഒരിക്കലും പിരിഞ്ഞു പോകരുതെന്നും എന്നും ബാലിന് കൂട്ടായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവണമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന ബാലൻ, അലീന ആരാന്ന് വിചാരിച്ചാ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവളോട് സംസാരിച്ചത്? മറുപടിയായി ഗംഗാധരൻ, അവൾ ആരാണെങ്കിലും അതൊന്നും അറിയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങളുടെ കുടുംബം നല്ലതുപോലെ അവൾ നോക്കുന്നുണ്ടല്ലോ, അതങ്ങനെ തന്നെ തുടർന്നു പൊക്കോട്ടെ. എന്നെ പറ്റിക്കാൻ നോക്കരുതെന്ന് ബാലൻ പറയുന്നു. മറുപടിയായി ഗംഗാധരൻ, നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് മടങ്ങുകയാണ്. അല്ലെങ്കിലും ഞങ്ങളായിട്ട് ഇനി ഒന്നിനുമില്ല. യാത്ര പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് പോലും. നിങ്ങൾ വേഗം തന്നെ ഇവിടുന്ന് പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാമെന്ന് ബാലൻ അവരോട് പറയുന്നു. എന്ത് വിഷമമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുതെന്നും വെറുമൊരു മിസ് കോൾ മാത്രം ഇട്ടിരുന്നാൽ മതി എന്നാണ് ഗംഗാധരൻ പറയുന്നത്. എന്നാൽ അതിന് മറുപടിയായി ബാലൻ, എനിക്ക് നിങ്ങളുടെ സഹായം ഞാൻ ചാവുന്നത് വരെയും വേണ്ട. എന്നാൽ ശരി, നിങ്ങൾ വേഗം തന്നെ ഇവിടുന്ന് പോയിക്കോ. കൂടുതൽ സമയം ഇങ്ങനെ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കൺട്രോൾ തന്നെ ചിലപ്പം പോവും. ഗംഗാധരനും മാലതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി കുട്ടികളെ എല്ലാവരെയും വിളിച്ച് എന്തോ കാര്യം പറയാനുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ബബിതയും കൃഷ്ണയും രോഹിത്തിനെയും ഇവരെ 3 പേരെയും ഗംഗാധരൻ വിളിച്ചിരിക്കുകയാണ്. ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ മനസ്സിൽ കാണുന്ന പോലെയോ അല്ലെങ്കിൽ പുറമേ കാണുന്നത് പോലെയോ അല്ല ഈ വീട്ടിലെ പ്രശ്നങ്ങൾ. നല്ലതുപോലെ പോയിക്കൊണ്ടിരുന്നൊരു കുടുംബം പെട്ടെന്ന് കലാപഭൂമിയായി. ഇത് കേൾക്കുന്ന ബബിത, അത് അമ്മയുടെ കുറ്റം കൊണ്ടാണോ? മറുപടി ഗംഗാധരൻ, അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, ഇതൊരു വിധിയാണെന്ന് പറയുന്നു. പക്ഷേ അമ്മ പറയുന്നത് ഇവൾ വന്നു കയറിയതിന് ശേഷമാണല്ലോ എന്ന് ബബിത പറയുന്നു. ഇനിയല്ലേ ഇതിനെല്ലാം കാരണമെന്ന് ബബിത ചോദിക്കുന്നു. മറുപടി ഗംഗാധരൻ, അതും ശരിയാണ്. പക്ഷേ അവൾ ചെയ്ത തെറ്റെന്താണ്? മറുപടിയായി ബബിത, അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും അവൾ ഇവിടെ തന്നെ നിന്നു. പോകാൻ പറഞ്ഞിട്ടും അവൾ പോകില്ല. കേൾക്കുന്ന മാലതി അവരോടായി പറയുന്നു, അലീന, നിങ്ങളെ ആരെയും ദ്രോഹിക്കാനായിട്ട് മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് വലിച്ചേറി വന്നതല്ലല്ലോ. നിങ്ങളുടെ മുത്തശ്ശൻ കഴക്കൂട്ടത്ത് പോയി ക്ഷണിച്ചിട്ടാണ് അലീന ഇങ്ങോട്ടേക്ക് വന്നത്. അതും നിങ്ങളുടെ അച്ഛനും മനുഷ്യങ്ങളും കൂടിയല്ലേ കൂട്ടിക്കൊണ്ടു വന്നത് പോലും. നിങ്ങളുടെ മുത്തശ്ശി കെയർ ചെയ്യാനായിട്ട് വന്നതാണ്. ആദ്യം മുതൽ കമലയും വൈജയന്തിയും അവളോട് അനീതി കാണിച്ചു. ഹോംനേഴ്സായിട്ട് വന്നവളെ കൊണ്ട് വീട്ടുജോലി വരെ ചെയ്യിപ്പിച്ചു. ഞാൻ ഈ വീട്ടിലുള്ളവരുമായിട്ടും കൊല്ലപ്പള്ളിയിലുള്ളവരുമായിട്ട് സംസാരിച്ചു എന്ന് മാലതി പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന ബബിത, അല്ലെങ്കിലും മുത്തശ്ശിയും മനുവേട്ടനും അമ്മയുടെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. ഇതിന് മറുപടിയായി ഗംഗാധരൻ, കുറ്റമുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അതില്ലെന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഗംഗാധരൻ തുടരുകയാണ്, വൈജയന്തി കാണിച്ച അബദ്ധങ്ങൾ നിരവധിയാണ്. എനിക്കെന്റെ സഹോദരിയെ പറ്റി കുറ്റം പറയാനോ അത് കേൾക്കാനുമോ തീരെ താല്പര്യമില്ല. പക്ഷേ സത്യം അതാണ്. ഈ വീട്ടിലിപ്പോൾ ഉള്ള സകല പ്രശ്നങ്ങൾക്കും, എന്തിന് ബാലചന്ദ്രന്റെ രോഗത്തിന് ഉൾപ്പെടെ കാരണക്കാരി വൈജയന്തി മാത്രമാണ്. ഇപ്പോഴും അവൾ അവളുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടില്ല. അവള് ഇതേ നിലപാടാണ് മുന്നോട്ട് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം കൂടി തകർന്നു പോകും. ഈ കുടുംബം പോലും നിലനിൽക്കില്ല. സ്വന്തം മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അല്പമെങ്കിലും ബോധവും സ്നേഹവും ഉണ്ടെങ്കിൽ അവളുടെ അമ്മ ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ബബിത, അച്ഛനും ആവാലോ ഈ ക്ഷമയും കാര്യങ്ങളും ഒക്കെ. അവിടെ ഗംഗാധരൻ അച്ഛനെ ഇപ്പോൾ തന്നെ അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. ഇതന്നെ അച്ഛൻ ഇപ്പോൾ ചെയ്യുന്ന തെറ്റെന്താണ്? മറുപടിയെ രോഹിത്, അച്ഛൻ റൂം മാറി, അലീന മാത്രം കെയർ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയെ കാണാൻ പോലും സമ്മതിച്ചില്ലെന്ന് രോഹിത് പറയുന്നു. ഇതിനുള്ള മറുപടിയെ ഗംഗാധരൻ, അത് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാത്ത എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. മറുപടിയെ രോഹിത്, ഓക്കെ, ഞങ്ങൾ അറിയണ്ട, പക്ഷേ അമ്മ അറിയണ്ടേന്ന് ചോദിക്കുന്നു. അമ്മയും ഇപ്പോഴത്തേക്ക് അറിയേണ്ടതാണ് ഗംഗാധരൻ പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് രോഹിത് ചോദിക്കുമ്പോൾ, തൽക്കാലത്തേക്ക് ഞാനും മാലതിയും പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടിരുന്നാൽ മതിയെന്ന് ഗംഗാധരൻ അവരോട്. അല്ലാതെ തോന്നിവാസത്തിൽ ജീവിച്ചിട്ട് അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന വൈജയന്തി പറയുന്നതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അച്ഛനും ഉണ്ടാകില്ല, അമ്മയും ഉണ്ടാകില്ല. ഞാൻ എന്റെ പെങ്ങളോടുള്ള ശത്രുത കൊണ്ട് വല്ലതുമാണോ നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സ്നേഹക്കൂടുതൽ കൊണ്ടാ? അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് കൈ വീശങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് ചോദിക്കുന്നു. അലീനെ പറഞ്ഞയച്ച പകുതി പ്രോബ്ലമെങ്കിലും സോൾവ് ആകത്തില്ലേ? മറുപടിയെ ഗംഗാധരൻ, ഒരിക്കലുമില്ല. പ്രശ്നങ്ങളെല്ലാം ഇരട്ടിയാക്കി മാറ്റും. ഈ കുടുംബത്തെ തന്നെ ചിലപ്പോൾ തകർത്ത് കളഞ്ഞിരിക്കും. എങ്കിൽ ബാലചന്ദ്രൻ സ്വമനസാലെ അലീനെ ഇവിടുന്ന് പറഞ്ഞയക്കണം. ഇപ്പൊ അതിന് യാതൊരു സാധ്യതയുമില്ല. ചുരുക്കത്തിൽ അലീനെ ആശ്രയിച്ചാണ് ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ്. തനിയെ പോയാലും ഈ ഫാമിലി ഇല്ലാതാവും. അവളെ വയസ്സ് പിരിച്ചുവിട്ടാലും അത് തന്നെ സംഭവിക്കും. ഞാൻ കേട്ട ശേഷം കൃഷ്ണ ഒന്ന് ചോദിക്കുന്നു, അങ്കിളെ, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? അച്ഛനെ അച്ഛൻ്റെ വഴിക്ക് വിട്ടേക്കുക. അമ്മയോട് ക്ഷമയോടെ അടങ്ങിയിരിക്കാൻ പറയുക. മതിയെ, എല്ലാം തണുത്ത് പഴയ പോലെയാകും. ഇനിയും അവളുടെ വഴിക്ക് പൊക്കോളും. അച്ഛൻ്റെ മുറിവ് സാവധാനം ഉണങ്ങും. അതിന് സമയമെടുക്കും. ഇതിൽ കൂടുതലൊന്നും തന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടില്ലെന്ന് ഗംഗാധരൻ പറയുന്നു. ലതിയും ഗംഗാധരൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. അങ്കിൾ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെയും? ഇതൊന്ന് ഗംഗാധരനോടായി ചോദിക്കുന്നുണ്ട്. അമ്മയെപ്പറ്റി എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ അച്ഛനുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അതിന് ഇങ്ങനെയൊക്കെയാണോ റിയാക്ട് ചെയ്യേണ്ടത്? ഞാൻ ഇപ്പം എന്ത് പറയാനായിട്ടാണ്?
വരാനുള്ളതൊക്കെ അനുഭവിക്കുക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.